ഇസ്രായേൽ കൊലപ്പെടുത്തിയ കുട്ടികളുടെ പേരുകൾ വായിച്ച് ചലച്ചിത്ര പ്രവർത്തകർ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ലോകമെമ്പാടും പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ മുസ്ലിമീങ്ങളെക്കാൾ മുസ്ലിമേതര മനുഷ്യരാണ് ഫലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നത്. 1% പോലും മുസ്ലിങ്ങളില്ലാത്ത രാജ്യങ്ങളിൽ പോലും വലിയ റാലികൾ നടത്തപ്പെടുന്നു ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി. ലോക ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന ഫലസ്തീനിലെ ജനങ്ങളെ കൂടെ നിൽക്കുമ്പോൾ ഇവിടെ ചില ആളുകൾക്ക് ചില പ്രത്യേക തരം ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം. പ്രത്യേകതയാണ് ഇതാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ, ഒന്ന് എത്ര പേര് ഈ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകൾ എത്ര പേര്, അതിൽ തന്നെ ഇസ്രായേലിന്റെ കൈകൊണ്ട് മരിച്ചവർ എത്ര പേര്, ഈ ഹ്യൂമൻ സാക്രിഫൈസ് നെസസറി സാക്രിഫൈസിന്റെ ഭാഗമായിട്ടല്ല, യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആ ഒരു കുട്ടി പോകുന്നുണ്ട്, ആ കുട്ടിയെ അങ്ങ് വെടിവെച്ചേക്കാം എന്ന് പറഞ്ഞു കൊന്നു, അതിന്റെ പേരിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ പേരുണ്ടെങ്കിൽ ഒരു 10-12 തന്നാൽ ഞാൻ വായിച്ചേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെ ഒരു കുട്ടി പോകുന്നു, ആ കുട്ടിയെ നമുക്കൊന്ന് വെടിവെച്ചേക്കാം. അങ്ങനെ ഇസ്രായേൽ തെരഞ്ഞു പിടിച്ച് കുട്ടികളെ കൊന്നാലേ പ്രശ്നമുള്ളൂ. മറിച്ച് മൊത്തമായി മിസൈൽ ഇട്ടപ്പോ അതിൽ കുറെ കുട്ടികൾ മരിച്ചു, അതിൽ പ്രശ്നമൊന്നുമില്ല. ആ കുട്ടി ഏതാ പോകുന്നു, ആ കുട്ടിയെ നമുക്ക് വെടിവെക്കാം. അങ്ങനെ വെച്ചാലേ നമുക്ക് കുട്ടികൾ മരിച്ചതായി കണക്കാക്കാൻ പറ്റുള്ളൂ എന്നാണ് ആരിഫിന്റെ പുതിയ കണ്ടുപിടിത്തം. ഇവിടെ നിങ്ങൾക്ക് ഇത്ര വലിയ മാനവിക സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ കുട്ടികളുടെ പേരുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ആദ്യം നമുക്ക് യമനിലെ വായിച്ചു തുടങ്ങാം, അത് കഴിഞ്ഞ് സുഡാനിലെ വായിച്ചു തുടങ്ങാം, അത് കഴിഞ്ഞ് റോഹിംഗ്യയിലെ വായിച്ചു തുടങ്ങാം. അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വായിച്ച് തീരാറാവുമ്പോഴേക്കും ഞാൻ അപ്പോഴേക്കും നൈജീരിയയിലെ കണക്കുമായിട്ട് വരാം. അപ്പോൾ നമുക്ക് വീണ്ടും എല്ലാം വായിച്ചു തുടങ്ങാം. യെസ്, ഇതാണ് ചോദ്യം. സംഘി, ക്രിസ്സംഘി, നാസ്തിക സംഘി, അങ്ങനെ ഒരു പുതിയ വിഭാഗം കൂടി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഒരു മെയിൻ ചോദ്യമാണിത്. നിങ്ങൾ എന്തുകൊണ്ട് നൈജീരിയയിലെ കുട്ടികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ല, യമനിലെ കുട്ടികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ല, അവരുടെ പേരുകൾ എന്തുകൊണ്ട് വായിക്കുന്നില്ല? ഇവരുടെ ഒരു തിയറി പ്രകാരം നമ്മൾ ഫലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി ശബ്ദിക്കണമെങ്കിൽ ആദ്യം നൈജീരിയ, പിന്നെ യമൻ, പിന്നെ സുഡാൻ, അങ്ങനെ ലോകത്ത് എവിടൊക്കെയോ കുട്ടികൾ ദുരിതം അനുഭവിക്കുന്നുണ്ടോ അതിനെയെല്ലാം പ്രതിഷേധിച്ചതിന് ശേഷം മാത്രമേ ഫലസ്തീനിലെ കുട്ടികൾക്ക് വേണ്ടി മിണ്ടാൻ പാടുള്ളൂ. ഒരു പുതിയ തിയറിയാണ് ഈ അടുത്ത് രൂപപ്പെട്ട, അല്ലെങ്കിൽ ഈ ഫലസ്തീൻ പ്രശ്നം വന്നപ്പോൾ മാത്രം രൂപപ്പെട്ട ഒരു പുതിയ തിയറി. അതിന്റെ മുമ്പ് അവർക്കും ഈ യമനിലെ കുട്ടികളെ, സുഡാനിലെ കുട്ടികളെ, നൈജീരിയയിലെ കുട്ടികളെ, അല്ലെങ്കിൽ അവിടെ കൊല്ലപ്പെടുന്ന മനുഷ്യരെ അവർക്കും ഓർമ്മയില്ല. ഫലസ്തീനിന് വേണ്ടി പ്രതിഷേധിക്കുമ്പോൾ മാത്രമാണ് അവർക്കും ഈ യമനിലെ കുട്ടികളെയും സുഡാനിലെ കുട്ടികളെയും നൈജീരിയയിലെ കുട്ടികളെയൊക്കെ ഓർമ്മ തന്നെ വരുന്നുള്ളൂ. പിന്നെ സാധുക്കളെ ചോദ്യം കേട്ടാൽ തോന്നിപ്പോകും, നമ്മൾ യമനിലെയും നൈജീരിയയിലെയും അപ്രകാരം സുഡാനിലെയും കൊല്ലപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രതിഷേധിച്ചാൽ, അതൊക്കെ പ്രതിഷേധിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫലസ്തീനിന് വേണ്ടി പ്രതിഷേധിക്കുകയാണെങ്കിൽ ഓക്കെ, ഞങ്ങളും നിങ്ങളെ കൂടെ നിൽക്കും എന്നൊക്കെ തോന്നിപ്പോകും. ഇല്ല, ഈ പറയുന്ന സുഡാനിന് വേണ്ടിയും നൈജീരിയക്ക് വേണ്ടിയും യമനിന് വേണ്ടിയും നമ്മൾ പ്രതിഷേധം ഉയർത്തിയാലും ഫലസ്തീനിന് വേണ്ടി ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവരെ നിലപാട്. പിന്നെ വെറുതെ എങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് നൈജീരിയയിൽ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നില്ല? അവിടെ പ്രതിഷേധിച്ചാൽ ഫലസ്തീൻ അവർക്ക് ഓക്കെ ആകോ? ഇല്ല. എന്നാലും അതൊരു ചോദ്യമാണ്, നിങ്ങൾ എന്തുകൊണ്ട് നൈജീരിയയിലെ, യമനിലെ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നില്ല? ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് മറുപടി പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ ആരിഫ് അണ്ണൻ തന്നെയാണ്. ആരിഫ് അണ്ണൻ മറ്റൊരു വിഷയത്തിന് വേണ്ടിയാണ് മറുപടി പറയുന്നത്, പക്ഷേ അത് ഈ ചോദ്യത്തിനുള്ള ഒരു മറുപടിയായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ആരിഫ് അണ്ണൻ വരട്ടെ. ഈ എസൻസിന്റെ നമ്മളുടെ ലിറ്റ്മസിൽ തന്നെ പരിപാടികൾക്ക് വേണ്ടി നോട്ടീസ് വന്നപ്പോൾ അതിൽ തസ്ലീമ നസറിന്റെ വിഷയം വന്നു, അവാർഡ് കൊടുക്കുന്നു. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ കേട്ട ഒരു സംഗതിയാണ്, എന്തുകൊണ്ട് തസ്ലീമ നസറിൻ മാത്രം, എന്തുകൊണ്ട് നമ്മളുടെ ജോസഫ് മാഷ് മാത്രം? ഇതൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോ എന്തുകൊണ്ട് ഫലസ്തീൻ മാത്രം, എന്തുകൊണ്ട് ഗസ മാത്രം, എന്തുകൊണ്ട് മറ്റൊരാളെ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നില്ല, വേറെ മതത്തിൽപ്പെട്ട ഒരാളെ എന്തുകൊണ്ട് ഇതിലേക്ക് വിളിക്കുന്നില്ല? ഇതൊക്കെയാണ് വലിയ ചോദ്യമായിട്ട് വരുന്നത്. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? അഥവാ എസൻസ് ഗ്ലോബലിന്റെ പരിപാടി വരുന്നുണ്ട്. എസൻസ് ഗ്ലോബലിന്റെ സ്ഥാപകൻ രവിചന്ദ്രനാണ്. ആരിഫ് ഹുസൈനൊക്കെ അതിന്റെ മെയിൻ നേതാവായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പൊ ആ പരിപാടിയിൽ തസ്ലീമ നസ്രീനെ കൊണ്ടുവരുന്നുണ്ട്, അപ്രകാരം ജോസഫ് മാഷിനെ കൊണ്ടുവരുന്നുണ്ട്. ജോസഫ് മാഷ് എന്ന് പറഞ്ഞാൽ കൈവെട്ടി കേസിലെ ആ മാഷുണ്ടല്ലോ, അദ്ദേഹം. അപ്പോ രണ്ടുപേരും മുസ്ലിം നാമധാരികളാൽ ആക്രമിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരെ മാത്രം എന്തുകൊണ്ട് കൊണ്ടുവരുന്നു? എന്നാൽ അതേസമയം ഇവിടെ തലപോയ ആളുകൾ വേറുണ്ട്. ഫൈസൽ കുടുങ്ങി, അദ്ദേഹത്തിനെ വെട്ടിക്കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തിന്റെ പേരിൽ? ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ. അപ്രകാരം റിയാസ് മൗലവി, ഒരു തെറ്റും ചെയ്യാത്ത ആ പാവത്തിനെ, പള്ളിയിൽ കിടന്നുറങ്ങുന്ന ആ പാവത്തിനെ വന്നിട്ട് വാതിൽ കുത്തിപ്പൊളിച്ചുകൊണ്ട് കൊലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടവരെ ആരെയും കൊണ്ടുവരുന്നില്ല. ഈ മുസ്ലിം നാമധാരികളാൽ ആക്രമിക്കപ്പെട്ടവരെ മാത്രം ഞങ്ങൾ സ്റ്റേജിൽ കൊണ്ടുവരുന്നു. അതെന്തുകൊണ്ട് എന്ന് മുസ്ലിങ്ങൾ ചോദിക്കുന്നു എന്നാണ് ആരിഫ് അണ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചോദ്യം നമ്മൾ എടുക്കുന്നു, നല്ല ചോദ്യം തന്നെയാണ്. അത് നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങളെ ചോദ്യം നമ്മൾ എടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഫലസ്തീൻ മാത്രം, എന്തുകൊണ്ട് ഗസ മാത്രം, എന്തുകൊണ്ട് നൈജീരിയ ഇല്ല, എന്തുകൊണ്ട് യമൻ ഇല്ല? പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കാം, തിരിച്ചാലോചിക്കാം. ഒരു തീവ്രവാദ പ്രവർത്തനം നടത്തിയ ഒരു ഹിന്ദു ഭീകരൻ, അയാളെ കുറിച്ച് എന്തെങ്കിലും ഒരു സംഗതി, അല്ലെങ്കിൽ അതിന് ഇരയായപ്പെട്ട ഒരു ആളെ കുറിച്ച് നമ്മളൊരു കാര്യം പറയുമ്പോൾ ജോസഫ് മാഷ് ഇരയാണെന്ന് നമ്മൾ ആലോചിക്കണം. ഈ ഭീകരവാദത്തിന്റെ ഫൈസൽ കുടുങ്ങി ഈ തീവ്രവാദത്തിന്റെ ഇരയാണെന്ന് നമ്മൾ ആലോചിക്കണം. തസ്ലീമ നസ്രീൻ അതിന് ഇരയാണെന്ന് നമ്മൾ ആലോചിക്കണം. റിയാസ് മൗലവി ഈ പറയുന്ന ഹിന്ദുത്വ ഭീകരവാദത്തിന്റെ ഇരയാണെന്ന് നമ്മൾ ആലോചിക്കണം. ആലോചിക്കണം, ആലോചിക്കണം, ആലോചിക്കണം. ഇങ്ങനെ ഇരയാക്കപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് ആയിട്ടോ എന്തെങ്കിലും ഒരു സംഗതിയോ ചെയ്യുമ്പോൾ അതിന്റെ താഴെ ഇന്നും വന്നുകൊണ്ട് ജോസഫ് മാഷിന്റെ കൈയല്ലായിരുന്നു വെട്ടേണ്ടിയിരുന്നത്, തലയായിരുന്നു വെട്ടേണ്ടിയിരുന്നത്, ഇന്നും പറയുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാം.
അങ്ങനെ ആരാ പറഞ്ഞ് ജോസഫ് മാഷിന്റെ കൈയല്ല വെട്ടേണ്ടത് തലയാണ് വെട്ടേണ്ടതെന്ന്? ആരാ അങ്ങനെ പറഞ്ഞ്? എന്നാലും ഇപ്പൊ അങ്ങനെ ആരാ പറഞ്ഞിട്ടുണ്ടാകുക? അതുകൊണ്ടാണ് അയാള് ലേഖനം എഴുതി, ഞാൻ ഇതിനെ വായിച്ചു. അയാൾ പുസ്തകം എഴുതുക, അയാൾ ചരിത്രം, അയാൾ സത്യം പറയുന്നത് മുഴുവൻ കള്ളം എഴുതി വെക്കുന്നത്. സ്വന്തം അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാതെ ഇട്ട മനുഷ്യനാണ്. അവരെ കയ്യിലല്ല തല പോലും വേണ്ടി കളഞ്ഞാൽ പോലും ഞാൻ കുറ്റം പറയാം. അയാൾ ചരിത്രം എഴുതിക്കൊണ്ട് നടക്കുക. ഒരു സംശയം വേണ്ട, അവന്റെ SDPക്കാർ ചെയ്ത് നന്നായി നേപ്പത്തിൽ ഞാൻ നിൽക്കുന്നു. അവരെ കയ്യിലല്ല തല പോലും വേണ്ടി കളഞ്ഞാൽ പോലും ഞാൻ കുറ്റം പറയാം. അവരെ കയ്യിലല്ല തല പോലും വേണ്ടി കളഞ്ഞാൽ പോലും ഞാൻ കുറ്റം പറയാം. അപ്പോ എന്റെ ആരിഫെ, ജോസഫ് മാഷിന്റെ കൈയല്ല വെട്ടേണ്ടത് തലയാണ് വെട്ടേണ്ടത് എന്ന് കേരളത്തിൽ പബ്ലിക്കായി പ്രസംഗിച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് PC ജോർജ് മാത്രം. വേറെ ഒരു മനുഷ്യനും അത് പറഞ്ഞിട്ടില്ല. ഒരു മുസ്ലിം നേതാവും അത് പറഞ്ഞിട്ടില്ല. സ്വന്തം ഐഡിയിൽ മുഖം വെച്ച് പേര് വെച്ച് വന്നിട്ടുള്ള ഒരു മുസ്ലിം ഐഡിയും അത് പറഞ്ഞിട്ടില്ല. സമാനമായ രീതിയിൽ നിങ്ങൾക്ക് മറ്റൊരു മതത്തിൽപ്പെട്ട ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ ആ ഇരകളെ കുറിച്ചിട്ട് ആ വിശ്വാസികൾ കൂട്ടത്തോടെ വന്ന് അതിനെ ഇതേപോലെ ന്യായീകരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നത് വളരെ അപൂർവമാണ്. എന്താ അപൂർവം? പാവം സംഖ്യകള്, പാവം RSSന്റെ പ്രവർത്തകർ. അവരേതെങ്കിലും മുസ്ലിമിനെയോ ക്രൈസ്തവനെയോ ദ്രോഹിച്ചാൽ, ആക്രമിച്ചാൽ ഒരിക്കലും അത് തെറ്റല്ലെന്ന് പറഞ്ഞ് ന്യായീകരിക്കില്ല. എല്ലാ RSSകാരും പറയും അത് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. പിന്നെ തെറ്റല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം. വല്ലാത്ത പാവങ്ങളാണ്. ഇവിടെ സ്വന്തം മതക്കാർ അതിക്രമം കാണിച്ചതിന്റെ പേരിൽ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം സംഘടനകൾ മാത്രം. ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോ കേരളത്തിലെ പ്രബലമായിട്ടുള്ള എല്ലാ മുസ്ലിം സംഘടനകളും അതിൽ പ്രതിഷേധിച്ചു. പഹൽഗാം വിഷയമുണ്ടായപ്പോ എല്ലാ മുസ്ലിം സംഘടനകളും അതിൽ പ്രതിഷേധിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഹിന്ദുത്വ പ്രവർത്തകർ നടത്തിയിട്ടുള്ള അക്രമത്തിൽ ഏതെങ്കിലും ഒരു RSSകാരൻ പ്രതിഷേധിച്ചതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഹിന്ദുത്വ നേതാവ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ കഴിയില്ല. മുസ്ലിങ്ങളോ? അവര് പ്രതിഷേധിച്ചില്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളോടും ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ പ്രതിഷേധിക്കുന്നില്ല? എന്നാൽ ഇവരാരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫൈസൽ കുടുങ്ങി മുസ്ലിമായതിന്റെ പേരിൽ ഹിന്ദുത്വ ഭീകരവാദികൾ കൊലപ്പെടുത്തിയിട്ടുള്ള മനുഷ്യനാണ്. അന്ന് ഏതെങ്കിലും ഒരു RSSന്റെ പ്രവർത്തകൻ, ഒരു RSSന്റെ നേതാവ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദുത്വ സംഘടനയുടെ നേതാവ് അത് ശരിയല്ല എന്ന് പറഞ്ഞോ? റിയാസ് മൗലവി ഒന്നും അറിയാത്ത ആ പാവത്തിനെ കുത്തി കൊലപ്പെടുത്തിയത് ശരിയല്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു RSSന്റെ പ്രവർത്തകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, അതൊക്കെ ഓരോ വ്യക്തികളാണെന്ന് വെക്കുക. 2000-ഓളം മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയിട്ടുള്ള ഗുജറാത്ത് കലാപം ഇന്ന് വരെ ഏതെങ്കിലും ഒരു RSSന്റെ പ്രവർത്തകനോ ഹിന്ദുത്വ സംഘടനയുടെ പ്രവർത്തകനോ പറഞ്ഞിട്ടുണ്ടോ ആ ഗുജറാത്ത് കലാപം തെറ്റായിരുന്നു എന്ന്? പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്നും അവരുടെ മുദ്രാവാക്യങ്ങളിൽ അവർ വിളിച്ചു പറയുന്നത് പോലും ഗുജറാത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഗുജറാത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്നാണ്. ഇന്നും അവർ വിശ്വസിക്കുന്നു ഗുജറാത്ത് കലാപത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന്. എന്നിട്ട് ഇപ്പം പറയാ അവരൊന്നും ന്യായീകരിക്കില്ല. ഇനി അഥവാ ആരെങ്കിലും ചെയ്താൽ അവനെ പിടിച്ച് പിന്നോട്ട് വലിക്കാൻ ആ മതത്തിൽ തന്നെ പെട്ടിട്ടുള്ള ആളുകളുണ്ട്. ഏതെങ്കിലും RSSന്റെ പ്രവർത്തകൻ അവർ ചെയ്തിട്ടുള്ള ഒരു തെറ്റിനെ ന്യായീകരിച്ചാൽ അപ്പോഴേക്കും എല്ലാ RSSന്റെ പ്രവർത്തകരും കൂടി ഇവരുടെ പിന്നോട്ട് വിൽക്കും. അങ്ങനെ ന്യായീകരിക്കലടാ. എന്താ വല്ലാത്ത പാവങ്ങളാ ഈ RSSകാര്. എടോ, ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നതിന്റെ പേരിൽ പിന്നോട്ട് വലിക്കണ്ട. ചെയ്ത തെറ്റിനെ തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ടല്ലേ ന്യായീകരിക്കുന്നതിനെ പറയല്ലേ എന്ന് പറയേണ്ടത്? ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊലവിളി മുദ്രാവാക്യവുമായിട്ട് റാലി നടത്തിയിട്ടുള്ളത് ഹിന്ദുത്വ സംഘടനകളാണ്, RSSന്റെ സംഘടനകളാണ്. പ്രകോപനപരമായ മുദ്രാവാക്യവുമായി കോഴിക്കോട് പേരാമ്പ്രയിൽ BJP RSS പ്രവർത്തകരുടെ പ്രകടനം. മണ്ണാർക്കാട് കൊലവിളി മുദ്രാവാക്യവുമായി RSSും BJPയും തലയും കൈയും കാലും വെട്ടുമെന്നാണ് മുദ്രാവാക്യം. വെറ്റുകൂട്ടിയ വർഗമേ
ഹിന്ദുത്വത്തെ വെല്ലുവിളിച്ച ചിന്നകടന്ന് പള്ളിപ്പറമ്പിൽ കുഴിച്ചു മൂടും. പള്ളിപ്പറമ്പിൽ കുഴിച്ചു മൂടും. കണ്ട, ഈ കേരളത്തിൽ തന്നെ എത്ര ഇടങ്ങളിലാണ് RSS കൊലവിളി മുദ്രാവാക്യം നടത്തിയിട്ടുള്ളത്. ഇത് ശരിയല്ലെന്ന് പറയുന്ന ഒരു RSS കാരനെ കാണിച്ചു തരാൻ കഴിയോ? ഈ നടത്തിയതിൽ അത് ശരിയല്ല, തെറ്റാണെന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ നേതാവിനെ കാണിച്ചു തരാൻ കഴിയോ? കഴിയൂല എന്ന് മാത്രല്ല, നിങ്ങൾ തെരുവിലിറങ്ങിയിട്ട് കലാപമുണ്ടാക്കണമെന്ന് വരെ ഇവിടുത്തെ ഹിന്ദുത്വ നേതാക്കൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തെരുവിൽ കലാപം ചെയ്യണമെന്ന് മോഹൻദാസ് പറഞ്ഞു. തെരുവിൽ കലാപം നടത്താതെ ഹിന്ദുവിന് നീതി കിട്ടുകയില്ല. തെരുവിൽ കലാപം നടത്താൻ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും. പിന്നെ നമ്മുടെ വിഷയം മാറിപ്പോകരുത്. നമ്മുടെ വിഷയം എന്താണ്? എന്തുകൊണ്ട് നിങ്ങൾ ഫലസ്തീനിന് വേണ്ടി മാത്രം ശബ്ദിക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ യമനിലെ കുട്ടികളെ കാണുന്നില്ല, അല്ലെങ്കിൽ നൈജീരിയയിലെ കുട്ടികളെ കാണുന്നില്ല? അതിന് ആരിഫ് മറുപടി പറയാണ്. അപ്പൊ മറുപടി പറഞ്ഞപ്പോ അവന് കുറെ പൊട്ടത്തരങ്ങൾ പറഞ്ഞപ്പോ അതിനെ നമ്മൾ റിയാക്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോ നമ്മുടെ ചോദ്യം അതാണ്, എന്തുകൊണ്ട് ഫലസ്തീൻ മാത്രം? അതിനുവേണ്ടി മാത്രം എന്തുകൊണ്ട് ശബ്ദിക്കുന്നു? അതിന് നമ്മുടെ ആരിഫ് അണ്ണൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഫലസ്തീനിന്റെ വിഷയത്തിൽ മറ്റുള്ള ഇടങ്ങളിൽ ഇല്ലാത്ത പ്രതിഷേധം വരാൻ കാരണം ലോകത്ത് ആ ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് പോലും ശരിയാണെന്ന് വെക്കുന്ന, ന്യായീകരിക്കുന്ന ആരിഫിനെ പോലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായതുകൊണ്ടാണ്. അതുതന്നെ കാരണം. ആരിഫ് പറഞ്ഞു, മുസ്ലിങ്ങളാൽ ആക്രമിക്കപ്പെട്ടവരെ മാത്രം എന്തുകൊണ്ട് എസൻസിന്റെ വേദിയിലേക്ക് കൊണ്ടുവരുന്നു? എന്തുകൊണ്ട് ജോസഫ് മാഷിനെ മാത്രം കൊണ്ടുവരുന്നു? അതിനവൻ പറഞ്ഞ മറുപടി, ജോസഫ് മാഷിന്റെ കൈവെട്ടിനെ ന്യായീകരിക്കുന്ന മുസ്ലിങ്ങൾ ഇപ്പോഴുമുണ്ട് എന്നതുകൊണ്ടാണ്. മറ്റു മതങ്ങളിൽ അങ്ങനെ ഇല്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മറ്റു മതങ്ങളാൽ ആക്രമിക്കപ്പെട്ടവരെ ഞങ്ങൾ കൊണ്ടുവരാത്തത്. മുസ്ലിങ്ങൾ ഇപ്പോഴും അതിനെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് നിന്റെ മറുപടിയെങ്കിൽ അതേ മറുപടിയാണ് ഈ ഫലസ്തീന്റെ വിഷയത്തിലുമുള്ളത്. നിന്നെ പോലോത്ത, രവിചന്ദ്രനെ പോലോത്ത 10,000-കണക്കിന് മനുഷ്യർ എന്ന് വിളിക്കാൻ പോലും കഴിയാത്തവർ ഫലസ്തീനിൽ ഇസ്രായേൽ ചെയ്യുന്ന നരനായാട്ടിന് നീതിയുണ്ട് എന്ന് പറയുമ്പോ, അതിനുവേണ്ടി സംവാദം വെക്കുമ്പോ, ഫലസ്തീനിൽ വംശഹത്യയുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭ പോലും പറഞ്ഞിട്ട് അതുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഡിബേറ്റ് നടത്തുമ്പോ, അതിൽ സുഖിക്കുമ്പോ, രസിക്കുമ്പോ, അവിടുത്തെ കുഞ്ഞുങ്ങൾ വെള്ളം കിട്ടാതെ ദാഹിച്ചലയുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ വെള്ളം എത്തിച്ചു കൊടുത്താൽ അതിനെ കളിയാക്കിയിട്ട് പോസ്റ്റ് ഇടുമ്പോ ഇവിടെ പ്രതിഷേധം ശക്തമാകും. അതാണ് ഫലസ്തീനിന്റെ വിഷയത്തിൽ ലോകരാജ്യങ്ങളിൽ ഇത്രയധികം പ്രതിഷേധമുണ്ടാകുന്നത്. എന്നാൽ നൈജീരിയയിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട്, ആരും അതിനെ ന്യായീകരിക്കുന്നില്ല. അത് ശരിയാണെന്ന് പറയുന്നില്ല, മുസ്ലിങ്ങളും പറയുന്നില്ല, മുസ്ലിമേതര മനുഷ്യരും പറയുന്നില്ല. യമനിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട്, അത് ശരിയാണെന്ന് ഒരാളും പറയുന്നില്ല, അതിനെ ന്യായീകരിക്കുന്നില്ല. അപ്രകാരം സുഡാനിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട്, അത് ശരിയാണെന്ന് പറയുന്നില്ല. ഉക്രൈനിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട്, അത് ശരിയാണെന്ന് പറഞ്ഞ് ഒരൊറ്റ മനുഷ്യനും ഇവിടെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഫലസ്തീനിന്റെ വിഷയം അതല്ല. അവിടെ പിഞ്ചുമക്കൾ പട്ടിണി കിടക്കുമ്പോഴും കൊല്ലപ്പെടുമ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞ് വാദിക്കാൻ നിന്നെപ്പോലത്തെ ആളുകൾ ഉണ്ടാകുമ്പോ അതിൽ പ്രതിഷേധം ശക്തമാകും, സ്വാഭാവികം.